ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് റാഗിപ്പൊടിയും ഏത്തപ്പഴവും കൊണ്ടുള്ള ഒരു പലഹാരവുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക, ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. 1 കപ്പ് റാഗിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു വിസ്ക് കൊണ്ടൊന്ന് കലക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു കപ്പ് തേങ്ങ ചെറുതായിട്ട് ചിരകി എടുത്തതാണ്. പിന്നെ ഒരു 3-4 ഏലക്ക, 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ. ഒരുപാടങ്ങ് വെള്ളം പോലെയല്ല, ഇച്ചിരി കുറുകിയിരിക്കണം കേട്ടോ. നമ്മൾ ഇഡലിയുടെയൊക്കെ മാവ് പോലെ. ഇനി ഇതിലേക്കൊരു 3 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ടു കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. സ്റ്റീം ചെയ്യാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മാവുണ്ടല്ലോ, മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ അപ്പം എന്തായാലും നോക്കാം. 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് സൈഡെല്ലാം നല്ല വിട്ട് വന്നിട്ടുണ്ട്. കുത്തി നോക്കട്ടെ. ഇവിടെ പിടിക്കുന്നൊന്നുമില്ല, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുമ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റാഗിപ്പൊടിയും ഏത്തപ്പഴവും ഒക്കെ കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.